ഓക്കെ, അപ്പം നമ്മുടെ SGV എന്നുള്ള സ്ട്രക്ചറിലോട് കൂടിയിട്ട് നമ്മൾ സെൻറ്റൻസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സെൻറ്റൻസ് മേക്കിംഗ് കൂടിയും ഇടയ്ക്കൊക്കെ ഒന്ന് പഠിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ആഴ്ചയും ബുധനാഴ്ചയായിട്ട് നമ്മൾ അങ്ങനത്തെ ക്ലാസ്സുകൾ, അതായത് സെൻറ്റൻസ് മേക്കിംഗ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നെടുക്കുന്ന ക്ലാസ് കേട്ടോ. ഈ ഒരു ലെവലിലുള്ള ക്ലാസ്സുകളായിരിക്കും എല്ലാ ആഴ്ചയും ബുധനാഴ്ച അപ്ലോഡ് ചെയ്യുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ സ്ട്രക്ചറൽ ടെക്നിക്ക് ഉണ്ടല്ലോ, SGV, അതായിരിക്കും പോകുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒഴിവാക്കാൻ നോക്കുക എന്നുള്ള സെന്റൻസ് കേട്ടോ. ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ, മാക്സിമം അത് ഒഴിവാക്കാൻ നോക്ക് എന്നൊക്കെ പറയില്ലേ അല്ലേ? അല്ലെങ്കിൽ സ്മോക്കിംഗ് നിങ്ങൾ ഒഴിവാക്കാൻ നോക്ക് നമ്മൾ പറയില്ലേ. അതുപോലെ തന്നെ നീ അത് ചെയ്യുന്നത് ഒഴിവാക്കാൻ നോക്ക്, നീ അത് പറയുന്നത് ഒഴിവാക്കാൻ നോക്ക്, നീ അവനെ വിളിക്കുന്നത് ഒഴിവാക്കാൻ നോക്ക് എന്നൊക്കെ പറയുമല്ലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വാക്കാണ് യൂസ് ചെയ്യണത് എന്നാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിഫ്രെയിൻ ഫ്രം എന്നുള്ള വാക്കാണ് കേട്ടോ. റിഫ്രെയിൻ ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ നോക്ക് എന്നുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ആക്കാം. നീ അത് എന്താണ് ചെയ്യുന്നത് ഒഴിവാക്കാൻ നോക്ക് അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ അവൻ എന്നോട് പറഞ്ഞു എന്താണ് സ്മോക്കിംഗ് ഒഴിവാക്കാൻ നോക്കാൻ. എങ്ങനെയാ പറയാ? ഹി ആസ്ഡ് മീ അല്ലേ? അവൻ എന്നോട് പറഞ്ഞു എന്ന് പറയുന്നത് എങ്ങനെയാ? ഹി ആസ്ഡ് മീ എന്ത് ഒഴിവാക്കാൻ നോക്ക്. ടു റിഫ്രെയിൻ ഫ്രം എന്തിൽ നിന്ന്? പുകവലിക്കുന്നത് അല്ലേ? പുകവലിക്കുന്നതിന് എങ്ങനെ പറയും? സ്മോക്കിംഗ്. ഹി ആസ്ക്ഡ് മീ ടു റിഫ്രെയിൻ ഫ്രം സ്മോക്കിംഗ്. അവൻ എന്നെ പുകവലി, അല്ലെങ്കിൽ അവൻ എന്നോട് പറഞ്ഞു പുകവലി ഒഴിവാക്കാൻ. ഓക്കെ, പുകവലി ഒഴിവാക്കാൻ നോക്കുക എന്ന് കേട്ടോ. അപ്പോൾ ഹി ആസ്ക്ഡ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞു. നമ്മളൊരാൾ പറഞ്ഞു എന്ന് ഇനി പറയാം ഹി ആസ്ക്ഡ് മീ, അല്ലെങ്കിൽ ഷി ആസ്ക്ഡ് മീ എന്ന് പറയാം. സോ ഹി ആസ്ക്ഡ് മീ ടു റിഫ്രെയിൻ ഫ്രം സ്മോക്കിംഗ്. ഓക്കെ, പുകവലി ഒഴിവാക്കാൻ നോക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഇനി വേറെ സെൻറ്റൻസ് എഴുതാം. അത് ചെയ്യുന്നത് നീ ഒഴിവാക്കണം. എങ്ങനെ പറയും? നീ ഒഴിവാക്കണം എന്നെങ്ങനെ പറയാം? ഇതിൽ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ബേസിക് ലേണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാനലിൽ പോയിട്ട് അതിൽ ഏറ്റവും ബേസിക് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാന്, വില്ല്, ഷുഡ് ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ആ വീഡിയോ ആ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഞാൻ കമൻറ്റ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ കമൻറ്റ് ചെയ്യുന്നവരെ നമ്മളിവിടെ എന്താണ് 2 പേരെ നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവായി നിങ്ങൾ ആ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിൻ്റെ വീഡിയോസ് കൂടെ കാണാം. പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം ഈ ഒരു ചാനൽ ഇത്രയും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് വന്നു. കാരണം 5 വർഷം മുന്നേ തുടങ്ങിയ ചാനലാണ്, അതുകൊണ്ടാണ് കേട്ടോ. സോ ഹി ആസ്ക്ഡ് മീ ടു റിഫ്രെയിൻ ഫ്രം സ്മോക്കിംഗ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയുകയാണ്, നീ അത് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നിങ്ങനെ പറയുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി എന്ന് പറയുന്നത് ഷുഡ് ആണ് അല്ലേ? സോ നീ, യു, അതിന് ശേഷം ഷുഡ്, യു ഷുഡ് എന്ത് ഒഴിവാക്കണം. എന്ത്? യു ഷുഡ് റിഫ്രെയിൻ ഫ്രം. ഓക്കെ, റിഫ്രെയിൻ ഫ്രം. യു ഷുഡ് റിഫ്രെയിൻ ഫ്രം എന്ത്? അത് ചെയ്യുന്നത്. ചെയ്യുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഡു എന്നാണ്. പക്ഷെ ഇവിടെ ING വേണം കേട്ടോ. സോ ഡൂയിങ്, അത് എന്നെങ്ങനെ പറയും? ദാറ്റ്. യു ഷുഡ് റിഫ്രെയിൻ ഫ്രം ഡൂയിങ് ദാറ്റ്. നീ അത് ചെയ്യുന്നത് ഒഴിവാക്കണം അല്ലേ? അല്ലെങ്കിൽ നിനക്കത് പറയുന്നത് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ പറയേ, നിനക്കത് പറയുന്നത് അല്ലെങ്കിൽ നിനക്കത് പറയുന്നത് ഒഴിവാക്കാൻ കഴിയും. എങ്ങനെ പറയും? യു ക്യാൻ. കഴിയും എന്നെങ്ങനെയാ പറയാ? യു ക്യാൻ എന്ത് ഒഴിവാക്കാൻ. റിഫ്രെയിൻ ഫ്രം. കണ്ട, സെൻറ്റൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ അർത്ഥം റിഫ്രെയിൻ ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ നോക്കുന്നതിനെയാണ് കേട്ടോ. സോ യു ക്യാൻ ചേർക്കുമ്പോൾ എന്താ അർത്ഥം? കഴിയുമെന്നാണ്. സോ യു ക്യാൻ റിഫ്രെയിൻ ഫ്രം, നിനക്ക് ഒഴിവാക്കാൻ കഴിയും അല്ലേ? യു ഷുഡ് റിഫ്രെയിൻ ഫ്രം, നീ ഒഴിവാക്കണം. കണ്ടാ, അങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണത് കേട്ടോ. സോ യു ക്യാൻ റിഫ്രെയിൻ ഫ്രം എന്ത്? സെയിങ് ദാറ്റ്, അത് പറയുന്നത് നിനക്ക് ഒഴിവാക്കാൻ കഴിയും. കണ്ട, യു ക്യാൻ റിഫ്രെയിൻ ഫ്രം സെയിങ് ദാറ്റ്, നിനക്കത് പറയുന്നത് ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, ഇനി വേറെ സെൻറ്റൻസ് എന്താണ്? വേറെ സെൻറ്റൻസ് ചെയ്താട്ടോ. യു ഹാവ് ടു. ഓക്കെ, യു ഹാവ് ടു, നീ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് കേട്ടോ. യു ഹാവ് ടു റിഫ്രെയിൻ ഫ്രം, നീ അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അതാണ് ഹാവ് ടു നമ്മൾ ചേർക്കുന്നത്. ഇവിടെ മാത്രമാണ് എല്ലാത്തിലും വ്യത്യാസം വന്നത് കേട്ടോ. ഷുഡ്, ക്യാൻ, ഹാവ് ടു, ബാക്കിയൊക്കെ സെയിം ആണ്. യു ഹാവ് ടു റിഫ്രെയിൻ ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. എന്ത്? കോളിങ് ഹിം, അവന് വിളിക്കുന്നത്.
കോളിങ് ഹിം, അവനെ വിളിക്കുന്നത് നീ ഒഴിവാക്കിയേ പറ്റുള്ളൂ. യു ഹാവ് ടു റിഫ്രെയിൻ ഫ്രം കോളിങ് ഹിം, നീ അവനെ വിളിക്കുന്നത് ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ സെൻറ്റൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാം. നോട്ട് ചെയ്യുക, റിഫ്രെയിൻ ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ നോക്കുക എന്നാണ് അർത്ഥം. സെൻറ്റൻസ് ഇഷ്ടമുള്ള പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. ഷുഡ് ചേർക്കുമ്പോൾ എന്നാണ് പറയുന്നത്. സോ യു ഷുഡ് റിഫ്രെയിൻ ഫ്രം, നീ ഒഴിവാക്കണം. യു ക്യാൻ റിഫ്രെയിൻ ഫ്രം, നിനക്ക് ഒഴിവാക്കാൻ കഴിയും. യു ഹാവ് ടു റിഫ്രെയിൻ ഫ്രം, നീ ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഇങ്ങനെ സെൻറ്റൻസ് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നോട്ട് ചെയ്യുക, വേർബ് എപ്പോഴും ING ഫോമിലായിരിക്കും. ക്ലിയർ ആണല്ലോ? എന്നാൽ പിന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വീഡിയോ കഴിയുമ്പോൾ തന്നെ പോസ് ആക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്നും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ, റിഫ്രെയിൻ ഫ്രം എന്നുള്ള ഈ ഒരു സാധനം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്നിട്ട് നിങ്ങൾ ഒഴിവാക്കാൻ, നിങ്ങളുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. അപ്പോൾ ക്ലിയർ ആകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ റിഫ്രെയിൻ ഫ്രം ഒഴിവാക്കാൻ നോക്കുക. സോ താങ്ക് യു. English Bus. Learning Simplified.